ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഉന്നതതല സമിതി ശുപാർശകൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 2 ഘട്ടമായാവും തീരുമാനം നടപ്പാക്കുകയെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന് 100 ദിവസത്തിനകം നടത്തും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രീയ പാർട്ടികളുമായും ബന്ധപ്പെട്ട വിദഗ്ധരുമായും ദീർഘമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. ചന്ദ്രയാൻ 4 ദൌത്യത്തിനും ശുക്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന വീനസ് ഓർബിറ്റർ ദൌത്യത്തിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 2024-25 റാബി വിള സീസണിലെ ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം രാസവളങ്ങളുടെ സബ്സിഡി നിരക്കുകളും മന്ത്രിസഭ അംഗീകരിച്ചു. 24,000 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. കർഷകർക്കായുള്ള പ്രധാൻമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ തുടരാനും 79,156 കോടി രൂപ ചെലവിൽ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ നടപ്പാക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട ദേശീയ കേന്ദ്രം രൂപീകരിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പങ്കാളിത്തവുമുള്ളതാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ശ്രമത്തിന് നേതൃത്വം നൽകിയതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. എന്നാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. രാജ്യത്തിന്റെ വികസനത്തിന് തീരുമാനം ഗുണം ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പിന് ചെലവഴിക്കുന്ന ഭീമമായ തുക ലാഭിക്കാൻ സാധിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെയും പാർലമെന്ററി ജനാധിപത്യത്തെയും തകർക്കുന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു. NPS വാത്സല്യ പദ്ധതിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ ദേശീയ പെൻഷൻ പദ്ധതിയിൽ അക്കൌണ്ട് തുറക്കാനും നിക്ഷേപം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നതാണ് വാത്സല്യ പദ്ധതി. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ദീർഘകാല നിക്ഷേപമാകും NPS വാത്സല്യ എന്ന് ശ്രീമതി സീതാരാമൻ ചടങ്ങിൽ പറഞ്ഞു. 18 വയസ്സുവരെ പ്രതിവർഷം 1,000 രൂപ മുതൽ കുട്ടിയുടെ പേരിൽ നിക്ഷേപിക്കാം. രാജ്യത്തെ 75 കേന്ദ്രങ്ങളിൽ നടന്ന സമാന്തര ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി കുട്ടികൾക്ക് പ്രാൺ കാർഡുകൾ കൈമാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി 2025 ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുമെന്ന് ശ്രീമതി സീതാരാമൻ ചടങ്ങിൽ പറഞ്ഞു. പഴയ പെൻഷൻ പദ്ധതിയുടെയും NPSന്റെയും നല്ല ഘടകങ്ങൾ കോർത്തിണക്കിയാണ് UPS കൊണ്ടുവന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. UAEയിൽ നിന്ന് തിരിച്ചെത്തി മലപ്പുറത്ത് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ജാഗ്രത പാലിക്കണമെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ ഉൾപ്പെടെ രോഗലക്ഷണമുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ് എങ്കിലും ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത്. തീവ്രത കുറവാണെങ്കിലും വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല ഇത്. രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക, നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക, ലൈംഗിക ബന്ധം, കിടക്ക, വസ്ത്രം എന്നിവ സ്പർശിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെ ഏറെയാണ്. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന 10 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരിച്ച യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന മാതാവ് അടക്കമുള്ള അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് നെഗറ്റീവായത്. ഇതോടെ ആകെ 26 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് പുതുതായി 11 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ 5 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. 15ാം കേരള നിയമസഭയുടെ 12ാമത് സമ്മേളനം അടുത്ത മാസം 4 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ 6 മൊബൈൽ കോടതികളെ റെഗുലർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കാനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.